എന്ത് ചെയ്യും? പ്രാർത്ഥിക്കാൻ മറന്നു പോകും, ഉപവസിക്കാൻ മറന്നു പോകും, ദൈവത്തെ പഴി പറയും, ദൈവത്തിനോട് പിറുപിറുക്കും. പക്ഷേ ദൈവം ഒരിക്കലും നമ്മളെ തള്ളിക്കളയില്ല. നമ്മൾ ഇരുന്ന അവസ്ഥയിൽ നിന്നും നമ്മളെ കരകയറ്റി കൊണ്ടുവരുന്നവനാണ്. ഞാനതാ പറഞ്ഞ കഴിഞ്ഞ ദിവസത്തെ എൻ്റെ ജീവിതം ബാക്കിലോട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ കർത്താവ് എത്ര നല്ലവനാണെന്ന് പലപ്പോഴും ഞാനങ്ങനെ ഓർക്കും. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ആ ഒരു അവസ്ഥയിലിരുന്ന് ഇന്നത്തെ എൻ്റെ അവസ്ഥയും അന്നത്തെ എൻ്റെ അവസ്ഥയും വെച്ച് നോക്കുമ്പോൾ കർത്താവ് എത്ര വലിയ അത്ഭുതമാണ്, ചിന്തിക്കാൻ പോലും കഴിയാത്ത അത്ര അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യും. അതുപോലെയാണ് യോഹന്നാൻ പത്മോസ്. അവിടെ ഇനി ഇല്ല എന്ന് യോഹന്നാൻ ചിലപ്പോൾ കരുതിയിട്ടുണ്ടാകും. പക്ഷേ അവിടെ വെച്ചാണ് യോഹന്നാൻ ആർക്കും കിട്ടാത്തൊരു വെളിപ്പാട് ദൈവം കൊടുത്തത്. ദൈവത്തെ കാണാൻ പറ്റി, അല്ലേ? ദൈവത്തിൻ്റെ വെളിപ്പാട്, ദൈവം ഇനി എന്താ ചെയ്യാൻ പോകുന്ന അവൻ്റെ വരവിൻ്റെ കാര്യങ്ങൾ ദൈവം പത്മോസിൽ വെച്ച് യോഹന്നാന് വെളിപ്പെടുത്തി കൊടുത്തു. ഇതുവരെയും ആരും കാണാത്ത ഒരു ദൈവത്തിൻ്റെ മുഖം പത്മോസിൽ വെച്ച് യോഹന്നാൻ കണ്ടു. ഇതുവരെയും കേൾക്കാത്ത ശബ്ദം